وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. മുസ്ദലിഫയിലെത്തിയിരിക്കുന്നു. മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നത് അത് ഹജ്ജിന്റെ റുക്ന് അല്ല, വാജിബാണ്, അഥവാ നിർബന്ധ ഘടകം തന്നെയാണ്. വല്ല കാരണത്താലും നഷ്ടപ്പെട്ടു പോയാൽ പരിഹരിക്കാൻ വകുപ്പുണ്ട്, ഹജ്ജ് നഷ്ടപ്പെട്ടു പോവുകയില്ല. എന്നാൽ അത് ഒന്ന് ഇഹ്റാം ചെയ്യുന്നത് റുക്നാണെങ്കിലും അത് മീഖാത്തിൽ നിന്നാവുക എന്നതാണ് ഒന്നാമത്തെ വാജിബ്. അത് നമുക്ക് ലഭിച്ചവരും ഉണ്ട്, ലഭിക്കാത്തവരുമുണ്ട്. നേർക്ക് നേരെ അവരവരുടെ മീഖാത്തുകളിൽ നിന്ന് ഇഹ്റാം ചെയ്തു വന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അതപ്പം കിട്ടിയിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി അങ്ങോട്ട് മടങ്ങിപ്പോയവരാണെങ്കിൽ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തു എന്ന് പറയാൻ കഴിയും. മീഖാത്തിൽ നിന്ന് ഹജ്ജിനല്ല ഉംറക്ക് ഇഹ്റാം കെട്ടി വരികയും മക്കത്ത് വന്ന് ഉംറ നിർവഹിച്ച് മക്കയിൽ താമസിച്ചു, ഹജ്ജിന്റെ ദിവസമായപ്പോൾ ദുൽഹിജ്ജ 8-നോ 7 രാത്രിയിലോ മക്കയിൽ നിന്ന് തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്തവരാണെങ്കിൽ അവർ മീഖാത്ത് നഷ്ടപ്പെടുത്തി എന്നതിന്റെ പേരിൽ അവർക്ക് ഒരു ഫിദിയ നിർബന്ധമാണ്, തമത്തു എന്നതിന്റെ പേരിൽ നാം നേരത്തെ പറഞ്ഞുവല്ലോ. അപ്പൊ ഒന്ന് മീഖാത്തിൽ വെച്ചായിരിക്കുക, മീഖാത്തിൽ നിന്നാകണം ഇഹ്റാം ചെയ്യുന്നത്. 2 മുസ്ദലിഫയിൽ രാപ്പാർക്കുക, അവിടെയാണ് നാം എത്തിയിട്ടുള്ളത്. ഇനി 3 പെരുന്നാൾ ദിനത്തിൽ പ്രഭാതത്തിൽ ജംറത്തുൽ അഖബയിലും മാസം 11, 12, 13 എന്നീ ദിവസങ്ങളാകുന്ന അയ്യാമുത്ത് ശരീക്കിന്റെ ദിവസങ്ങളിൽ 3 ജംറകളിലും, മിനായിലെ 3 ജംറകളിലും കല്ലുകൾ എറിയുക. 4 ഈ ഏറിനു വേണ്ടി അതിന്റെ തലേനാൾ രാത്രി മിനായിൽ രാപ്പാർക്കുക, താമസിക്കുക. 5 രാജ്യത്തേക്ക് മടങ്ങിപ്പോകാനാവുമ്പോൾ വദാഇന്റെ തവാഫ് നിർവഹിക്കുക. ഈ 5 വാജിബാത്തുകളും പിന്നെ ബാക്കിയുള്ള റുക്നുകളും സമ്മിശ്രമായിട്ടാണ് ഇനി നമ്മുടെ കർമ്മങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക. ഇപ്പോൾ നാം മുസ്ദലിഫയിൽ എത്തിയിരിക്കുന്നു. മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നത് ഹജ്ജിന്റെ വാജിബാത്താണ്. വാജിബാത്തുകളിൽ ഈ വാജിബ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ മുസ്ദലിഫ എന്ന ആ പ്രത്യേകമായി റസൂലുള്ളാഹി തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള ആ പ്രദേശത്ത് അവിടെ സ്ഥിരം കെട്ടിടങ്ങളോ തമ്പുകളോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. നാം വരുന്ന വാഹനമാണെങ്കിൽ വാഹനം ഒരു സൈഡിൽ പാർക്ക് ചെയ്ത്, കാൽനടക്കാരാണെങ്കിൽ വാഹനം മറ്റേ ഒഴിവുള്ള സ്ഥലങ്ങളിൽ വന്ന് അവിടെ അല്പനേരം കിടന്ന്, അല്ലെങ്കിൽ ഏറ്റവും പുണ്യകരമായത് സുബഹി വരെ അവിടെ താമസിച്ച് സുബഹിന് അവിടെ നിന്ന് നിസ്കരിച്ച് അവിടെ നേരം പൊരുവോളം ദുആ ചെയ്ത് എന്നതിനു ശേഷം രാത്രിയിൽ അവിടെ നിന്ന് എടുത്തിട്ടുള്ള കല്ലുകളുമായി മിനയിലേക്ക് കല്ലെറിയുന്നതിന് വേണ്ടി പുറപ്പെടുകയാണ്. അതാണ് ഏറ്റവും ഉത്തമമായ രൂപം. അതിന് സാധിക്കാതെ വരികയാണെങ്കിൽ, പലപ്പോഴും നമ്മുടെ വാഹനങ്ങളൊന്നും അവിടെ നിർത്തിപ്പോരാൻ കഴിയാത്ത സാഹചര്യം വരികയാണെങ്കിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പോലും ചിലപ്പോൾ കഴിയാത്ത സാഹചര്യങ്ങളും ഉണ്ടാകലുണ്ട്. അങ്ങനെയാണ് എങ്കിൽ വാഹനത്തിൽ വെച്ചുകൊണ്ടെങ്കിലും നാം മുസ്ദലിഫയിൽ രാത്രിയിൽ പാതിരാക്കു ശേഷം ഒരല്പസമയം ഉണ്ടാകണം. മഗ്‌രിബിന് ശേഷം ഉണ്ടായിട്ട് കാര്യമില്ല, രാത്രി അർദ്ധരാത്രിക്ക് മുമ്പുണ്ടായിട്ട് കാര്യമില്ല. അർദ്ധരാത്രിക്ക് ശേഷം സുബഹയുടെ മുന്നായി ഒരല്പസമയം മുസ്ദലിഫ എന്ന പ്രദേശത്ത് നാം ഉണ്ടായാൽ രാപ്പാർത്തു. അതിനാണ് രാപ്പാർക്കുക എന്ന് പറയുന്നത്. ഉത്തമമായ രൂപത്തിൽ രാപ്പാർക്കണമെങ്കിൽ വാഹനമൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അവിടെ കിടന്നുറങ്ങി സുഖമായി സുബഹയ്ക്ക് എഴുന്നേറ്റ് അവിടെ സുബഹ നിസ്കരിച്ചു ദുആ ചെയ്തതിനു ശേഷം രാവിലെ അവിടെ നിന്ന് പോന്നാലും മതിയാവും. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ വാഹനങ്ങൾ ഒത്തുകൂടി കിട്ടിക്കൊള്ളുന്നില്ല. രോഗികളും പ്രായാധിക്യം ഉള്ള ആളുകളും നടക്കാൻ കഴിയാത്തവരൊക്കെ ആവുമ്പോൾ ഏറെ പ്രയാസം അതുകൊണ്ട് അവർക്ക് ഉണ്ടാകുക സാധാരണ പതിവാണ്. മുസ്ദലിഫയിൽ നിന്ന് നാം ചെയ്യേണ്ടുന്ന കർമ്മം, രാത്രിയിൽ അവിടെ താമസിക്കുന്നതിനിടയിൽ അവിടെ നിന്ന് പിറ്റന്നാൾ പ്രഭാതത്തിലും മറ്റു ദിവസങ്ങളിലും മിനായിലെ ജംറകളിൽ കൊണ്ടുപോയി എറിയാനുള്ള കല്ലുകൾ മുസ്ദലിഫയിൽ നിന്ന് എടുക്കൽ ഏറ്റവും ഉത്തമമാണ്. അങ്ങനെ പെരുന്നാൾ പ്രഭാതത്തിൽ എറിയാനുള്ള ജംറത്തുൽ അഖബയിൽ മാത്രമേ ഉള്ളൂ 7 കല്ലുകളും. അതിനുശേഷം എറിയാനുള്ള ഓരോ ദിവസവും 3 ജംറകളിൽ 7 21 വീതം കല്ലുകളിൽ 3 ദിവസത്തേക്ക് വേണ്ടി 63 കല്ലുകളും കൂടി 70 കല്ലുകൾ മുസ്ദലിഫയിൽ നിന്നും നാം ഓരോരുത്തരും എടുത്ത് കഴുകി കടലാസിലോ കുപ്പിയിലോ മറ്റോ സൂക്ഷിച്ചു വെച്ചുകൊണ്ടായിരിക്കും നാം എല്ലാവരും മിനായിലേക്ക് പുറപ്പെടുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഹജ്ജത്തുൽ വദാഇൽ മുസ്ദലിഫയിലെ മശ്അറുൽ ഹറാം എന്ന കുന്നിന്റെ അടുക്കൽ നിന്ന് പ്രഭാതം വരെ ദുആ ചെയ്യുകയും അതിൽ രോഗികളും വൃദ്ധന്മാരും സ്ത്രീകളും ഒക്കെ ഉള്ള ദുർബലരായ ആളുകളെ രാത്രി സുബഹിയാകുന്നതിന് മുമ്പ് തന്നെ പാതിരാക്ക് ശേഷം രാത്രിയിൽ തന്നെ മിനായിലേക്ക് പറഞ്ഞയക്കുകയും അവർ കല്ലെറിയുകയും ചെയ്തിട്ടുണ്ട്. സയ്യിദുന റസൂലുള്ളാഹി സുബഹിയുടെ ശേഷം നേരെ മിനായിലേക്ക് വരികയും ആ മിനായിലെ ജംറത്തുൽ അവസാനത്തിലുള്ള ജംറത്തുൽ അഖബ, അവിടെയാണ് അവസാന മിനയുടെ എൻഡ്, അവിടുന്ന് അങ്ങോട്ട് മക്കയാണ്. ആ അവസാനത്തിലുള്ള ആ ജംറ എന്ന് പറഞ്ഞാൽ ഒരു സ്തൂപം കാണാൻ കഴിയും. ആ സ്തൂപത്തിന് ചുറ്റും കിണർ പോലെ വളച്ചു കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്കായി സ്തൂപത്തിലേക്കാണ് എറിയേണ്ടത്. എറിഞ്ഞാൽ വീഴുന്ന കല്ല് ഈ കിണറ്റിന്റെ ഈ റൗണ്ടിലാണ് വീഴുന്നത്, വൃത്തത്തിലാണ് വീഴുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ പരിഷ്കരിച്ചിട്ട് ആ വൃത്തം ഒന്ന് മാറ്റിയിട്ട് ഒരു വഞ്ചി കണക്കെ, ഒരു തോണി കണക്കെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, കൂടുതൽ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആ റൗണ്ട് എന്ന അടിത്തറയിൽ മാറ്റം വരുത്താതെ മുകളിൽ വല്ലാതെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. മുകളിൽ നിന്ന് എറിയുന്നത് അടിയിൽ ചെന്നിട്ട് പഴയ ആ സ്ഥലത്തേക്ക് തന്നെ വീഴുന്ന, അടിയിൽ അടിത്തറയിൽ മാറ്റം വരുത്താതെ പരിഷ്കരണം വരുത്തിയത് ഏറ്റവും ഭംഗിയായ ഒരു രൂപത്തിൽ അത് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഹാജിമാർക്ക് വലിയ സേവനമാണ് സൗദി സർക്കാർ ഇത്തരം രംഗങ്ങളിലൊക്കെയും ചെയ്തു വരുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇരിക്കട്ടെ, അങ്ങനെ മുസ്ദലിഫയിൽ നിന്ന് ഹാജിമാർ പ്രഭാതത്തിന് മുമ്പൊക്കെയായി മിനയിലേക്ക് വരികയായി. ഇവർ വരുന്നത് തെൽബിയത്തിന്റെ മന്ത്രധ്വനിയോടുകൂടിയാണ്. ആ തെൽബിയത്ത് ചൊല്ലി വരുന്ന ഹാജിമാർ മിനായിലെത്തി. മിനായിലെ ആ ജംറത്തുൽ അഖബ എന്ന ഒരു സ്ഥലത്ത് 7 കല്ലുകൾ എറിയുന്നു. ഇതിനുള്ള സമയം അർദ്ധരാത്രി തന്നെ ആരംഭിച്ചു. നാം അറഫ കഴിഞ്ഞു വന്ന ആ പാതിരാ സമയത്ത് മുസ്ദലിഫയിലെത്തുമ്പോൾ അന്ന് 3-4 ഇബാദത്തുകളുടെ സമയം ആ സമയത്ത് ആരംഭിക്കുകയാണ്. ആ പാതിരാക്ക് ആരംഭിക്കുന്നു. ഒന്ന് മുസ്ദലിഫയിൽ രാപ്പാർക്കാനുള്ള സമയം, അതപ്പോൾ തുടങ്ങി പാതിരാക്കു ശേഷം, അവസാനിക്കുന്നത് സുബഹയോടുകൂടി. 2 ജംറത്തുൽ അഖബ എറിയുവാനുള്ള സമയം, അതപ്പോൾ തുടങ്ങിയിരിക്കുന്നു, അവസാനിക്കുന്നത് അയ്യാമുത്ത് ശരീക്കിന്റെ അഥവാ മാസം 13ന്റെ അവസാന ദിവസം വരേക്കും ഗുറൂബ് വരെ അതിന് സമയമുണ്ട്. അതിനുള്ളിൽ മാത്രമേ അതിനുശേഷം മാത്രമേ ഖളായി പോവുകയുള്ളൂ. അതിനുള്ളിൽ എപ്പോ വേണമെങ്കിലും എറിയാം. 3 പരിശുദ്ധമായ മക്കയിൽ പോയി ഫറളായ തവാഫ് ചെയ്യാനുള്ള സമയം ആ പാതിരാക്ക് ആരംഭിച്ചിരിക്കുന്നു. അതിന് അവസാനിക്കുന്നതിന് സമയമില്ല. ഒരു മനുഷ്യന്റെ, ഒരു പുരുഷന്റെ ആയസ് മുഴുവനും അതിനുള്ള സമയമാണ്. അതിനുള്ളിൽ എപ്പോൾ നിർവഹിച്ചാലും മതി. പക്ഷേ അത് നിർവഹിക്കുന്നതോടുകൂടിയേ ഹജ്ജ് പൂർത്തിയാവുകയുള്ളൂ എന്ന് മാത്രം. അപ്പോഴേ ഹജ്ജ് സംബന്ധമായ ബാധ്യതയും കടപ്പാടുകളും തീർന്ന് പൂർണ്ണമായും അവൻ മോചിതനാവുകയുള്ളൂ. മറ്റൊന്ന്, ആരെങ്കിലും മിനായിൽ വെച്ചുകൊണ്ട് അറവിന് വേണ്ടി മൃഗത്തെ അറുത്ത് ബലിദാനം നടത്തുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചു കൊണ്ടുവരികയോ ഉദ്ദേശിക്കുകയോ ചെയ്തവരുണ്ടെങ്കിൽ അതിനുള്ള സമയവും ആ പാതിരാക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ആ പാതിരാക്ക് നാം മുസ്ദലിഫയിലെത്തി. മുസ്ദലിഫയിൽ രാപ്പാർത്തു. അവിടെ നിന്ന് കല്ലുകൾ എടുത്തു. അഥവാ ആർക്കെങ്കിലും വാഹനങ്ങളിൽ നിന്ന് ക്ഷീണത്തിന്റെ പേരിലോ രോഗത്തിന്റെ പേരിലോ തിരക്കുകൊണ്ടോ മുസ്ദലിഫയിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരാരും വിഷമിക്കണ്ട. വാഹനത്തിൽ ഇരുന്നു കൊണ്ട് അവരവർക്ക് കഴിയുന്ന ദിക്റും ദുആകളും ഒക്കെ ആ പാതിരാ സമയത്ത് ലൈലത്തുൽ ജംഅ് എന്ന ഒരു പേരുകൂടി ആ രാത്രിക്കുണ്ട്. ഒരുപാട് മഹത്വങ്ങൾ മേളിച്ച രാത്രി എന്നാണ് അതിന്റെ അർത്ഥം. ആ ബസ്സിൽ ഇരുന്നു കൊണ്ട് അത്തരം ദിക്റുകളും ദുആകളും ഒക്കെ നടത്തിയാൽ മതിയാകും. കല്ലെടുക്കാൻ ആർക്കെങ്കിലും ബസ്സിന് താഴെ നിന്നിറങ്ങി കല്ലെടുക്കാൻ ആർക്കെങ്കിലും സാധിച്ചില്ലെങ്കിൽ അവരും ദുഃഖിക്കേണ്ടതില്ല. മിനായിൽ എറിയാനുള്ള കല്ല് മുസ്ദലിഫയിൽ നിന്ന് എടുക്കലാണ് ഏറ്റവും ഉത്തമം. മറ്റ് എവിടെ നിന്നും എടുക്കാം. എറിഞ്ഞിട്ട കല്ലുകൾ, നജിസായ സ്ഥലങ്ങളിലെ കല്ലുകൾ, ബാത്റൂം പോലെയുള്ള മൂത്രപ്പരകളിൽ നിന്നെടുക്കുന്ന കല്ലുകൾ, പള്ളിയിൽ നിന്നെടുക്കുന്ന കല്ലുകൾ ആകരുത് എന്നേ ഉള്ളൂ. ബാക്കി എവിടെ നിന്നുകൊണ്ടും കല്ലുകൾ എടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹറമിൽ നിന്ന് നാം എറിയാൻ എടുക്കുന്ന കല്ലുകൾ വല്ലതും ബാക്കി വരികയോ മറ്റോ ചെയ്താൽ അതൊരിക്കലും നമ്മുടെ നാടുകളിലേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. നമ്മുടെ നാടുകളിൽ നിന്ന് ഉള്ള കല്ലുകൾ അങ്ങോട്ട് കൊണ്ടുപോകാനും പാടില്ല. ഹറമിലുള്ള കല്ലും മണ്ണും മരങ്ങളും മുറിച്ചുകൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുവരാനേ പാടില്ല. ഹറമിലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ മൺപാത്രങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഹറമിന്റെ പരിധിയിൽപ്പെട്ട എവിടെ നിന്നും നമുക്ക് കല്ലുകൾ എടുക്കാം. പുറത്തുനിന്നുള്ള കല്ല് ആകരുത് എന്നേ ഉള്ളൂ.
അങ്ങനെ മുസ്ദലിഫ കഴിഞ്ഞ് ആ പ്രഭാതത്തോടുകൂടി ഹാജിമാർ മിനയിലേക്ക് വരികയായി. ജനങ്ങൾ കുലം കുത്തി ഒഴുകുകയാണ്. എല്ലാവരുടെയും ലക്ഷ്യം ജംറത്തുൽ അഖബയിലെത്തണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജംറത്തുൽ അഖബയിൽ വന്നു. 7 കല്ലുകൾ ആ അഖബയിൽ എറിഞ്ഞു. എന്നതിന് ശേഷം റസൂലുള്ളാഹി തങ്ങൾ ഒരു മൃഗത്തെ തങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മൃഗങ്ങളെ മസ്ജിദുൽ ഖൈഫ് എന്നൊരു പടുകൂറ്റൻ പള്ളിയുണ്ട് മിനായിലെ അവസാനത്തിൽ. ആ പള്ളിയുടെയും ജംറയുടെയും ഇടയിലുള്ള ഒരു പ്രദേശത്ത് വെച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ മൃഗങ്ങളെ ബലിദാനം നടത്തി. എന്നതിനു ശേഷം റസൂലുള്ളാഹി തങ്ങൾ അവിടത്തെ മുടി കളഞ്ഞു. എന്നതിനു ശേഷം റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധമായ മക്കയിലേക്ക് പോയി തവാഫ് നിർവഹിക്കുകയും ചെയ്തു. ആർക്കെങ്കിലും അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അത് അഫ്ളൽ ഏറ്റവും ഉത്തമമായ രൂപം നഷ്ടപ്പെട്ടു തന്നെയുള്ളൂ, ഹജ്ജിനെ ബാധിക്കുകയില്ല. നാം ജംറത്തുൽ അഖബ എറിയാനുള്ള കല്ലുകളുമായി മിനായിലേക്ക് എത്തുന്നു. മിനായിലേക്ക് എത്തിയാൽ ആദ്യം നാം ചെയ്യുന്ന കർമ്മം ജംറത്തുൽ അഖബയിലെ കല്ലെറിയുക എന്നതാണ്. പക്ഷേ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്നിടത്ത് പെരുന്നാൾ പ്രഭാതത്തിലാണ് ഏറ്റവും കൂടുതൽ അത്യാഹിതങ്ങളും അപകടങ്ങളും ഒക്കെ സാധാരണഗതിയിൽ സംഭവിക്കാറ്. അത് ഏറ്റവും അഫ്ളലായ സമയത്ത് തന്നെ എറിയണം എന്ന ഒരു വാശിയോടുകൂടി ജനങ്ങൾ അങ്ങോട്ട് കുതിക്കുമ്പോഴാണ് പലപ്പോഴും അവിടെ അപകടങ്ങൾ സംഭവിക്കാറ്. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എറിയാനുള്ള സമയം വളരെ വിശാലമായ ഒരു സമയമാക്കി നമ്മോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആ വിശാലമായ സമയം എടുക്കുകയാണെങ്കിൽ അതിരാവിലെ തന്നെ ഉത്തമമാണെങ്കിലും ഒരു അല്പം കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് ശേഷമോ ഒരു 10 മണി ശേഷമോ ഒരു വൈകിട്ടോ മറ്റോ എറിയാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അവിടെ തിക്കും തിരക്കുമില്ലാതെ അത്യാഹിതങ്ങളിലും അപകടങ്ങളിലും പെടാതെ ഭംഗിയായി ആ കർമ്മം സുരക്ഷിതമായി ആ കർമ്മം നിർവഹിക്കാൻ നമുക്ക് സാധ്യമാകുന്നതാണ്. നോക്കുക, അത്യാഹിതങ്ങളിലും അപകടങ്ങളിലും പെട്ടുകൊണ്ട് പലരും ഭയവിഹ്വലരായി എറിയാൻ പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് വല്ലാതെ പേടിച്ച് വിറച്ച് എറിയാൻ തന്നെ പോകാതെ പലരെയും പകരമേൽപ്പിച്ചുകൊണ്ട് എറിയുന്ന ചില നടപടികൾ പോലും അതൊക്കെയും ഈ ആവശ്യമില്ലാത്ത ഭയത്തിൽ നിന്നും ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്ന തിക്കുതിരക്കുകളിൽ നിന്നും ഉണ്ടായിത്തീരുന്നവയാണ്. അതുകൊണ്ട് പറയട്ടെ, വളരെ വിശാലമായ സമയമുണ്ട്. തലേനാൾ രാത്രി പാതിരാക്ക് 12 മണിക്ക് സമയം ആരംഭിച്ചുവെങ്കിലും അയ്യാമു തശ്രീഖിന്റെ അവസാന ദിവസം വരേക്കും എറിയാനുള്ള സമയമുള്ളത് കൊണ്ട് രാത്രിയോ പകലെപ്പോഴെങ്കിലും സൗകര്യം പോലെ പോയി എറിഞ്ഞാൽ മതിയാകും. ആകട്ടെ, ഏറ് കഴിഞ്ഞു. ഇപ്പോൾ നാം നോക്കുക, പെരുന്നാൾ പ്രഭാതമാണ്. എല്ലാ രാജ്യത്തും മുസ്ലിമീങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നു. കുറെ ജനങ്ങൾ ഇവിടെ ഏറ് കഴിഞ്ഞവരെല്ലാം ഉദുഹിയ്യത്ത് അറക്കുന്നവർ അങ്ങനെ ചെയ്യുന്നു. അതല്ല, നിർബന്ധമായുമല്ല, മൃഗങ്ങളെ അറക്കാനുള്ളവർ അങ്ങനെ അറക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ് കഴിഞ്ഞതിന് ശേഷം 63 മൃഗങ്ങളെ അവിടുത്തെ തൃക്കരം കൊണ്ട് മാത്രം അറക്കുകയും 100 മൃഗങ്ങളിൽ ബാക്കിയുള്ളവയെ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ബലിദാനം നടത്തുക എന്നത് ഏറ്റവും മഹത്വമായ പുണ്യമായ ഒരു കർമ്മമാണ്. വിശേഷിച്ചും പെരുന്നാൾ പ്രഭാതത്തിൽ സത്യവിശ്വാസികൾ ചെയ്യുന്ന ഏറ്റവും ഉത്തമമായ കർമ്മം അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിദാനം നടത്തലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ബലിദാനം നടത്തുമ്പോൾ അതിന്റെ മാംസമോ അതിന്റെ രക്തമോ പടച്ചവനിലേക്ക് എത്തുന്നില്ല, മറിച്ച് ആ ബലിദാനത്തിലൂടെ സത്യവിശ്വാസിയുടെ മനോമുഖരത്തിൽ ഉയർകൊണ്ടിട്ടുള്ളതായ അള്ളാഹുവിനുള്ള ഭക്തിയും തഖ്വയുമാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. ആത്മാർത്ഥതയാണ്, ഇഖ്ലാസാണ്. അത്രയും മഹത്തായ കർമ്മം ആ മഹത്തായ ദിനത്തിൽ ആ മഹത്തായ പുണ്യഭൂമിയിൽ വെച്ചുകൊണ്ട് ചെയ്യുക എന്നത് വളരെ മഹത്വമായ കർമ്മമാണ്. സാധിക്കുന്നവരെല്ലാം ചെയ്യേണ്ടത് തന്നെയാണ്. നിർബന്ധമായ അറിവുള്ളവരുണ്ടാകും, സുന്നത്തായ അറിവുള്ളവരുണ്ടാകും. ഹജ്ജുമായി ബന്ധപ്പെട്ട നിർബന്ധ അറിവ് ഞാൻ നേരത്തെ പറഞ്ഞു. തമത്തുആയി ഉംറക്ക് ഇഹ്റാം ചെയ്ത് വന്ന് പിന്നീട് ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നതിന് വേണ്ടി സ്വന്തം മീഖാത്തിലേക്കോ തത്തുല്യമായ ദൂരത്തേക്കോ മടങ്ങിപ്പോയിട്ടില്ല എങ്കിൽ നിർബന്ധമായും അവർ അറക്കേണ്ടതുണ്ട്. അത്തരം അറിവുകൾ ഹജ്ജിൽ പ്രവേശിക്കുന്നതിന് മുമ്പോ ശേഷമോ ഇപ്പോഴൊക്കെ അറക്കാവുന്നതാണ്. ഇപ്പോൾ നാം മിനായിലാണുള്ളത്. മിനായിലെ ജംറത്തുൽ അഖബയിൽ കല്ലേറ് തുടങ്ങുന്നതോടുകൂടി ഓരോരുത്തരും എറിഞ്ഞെറിഞ്ഞ് കഴിയുന്നവർക്ക് തൽബിയത്ത് അവസാനിച്ചു. അന്ന് ളുഹ്ർ മുതൽ മിനായിൽ വെച്ച് സംഘടിതമായി നടത്തുന്ന എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഒറ്റക്ക് നിസ്കാരത്തിന് ശേഷവും എല്ലാ ഹാജിമാർക്കും
മിനായിലുള്ള സർവ്വ ഹാജിമാർക്കും തൽബിയത്തല്ല തക്ബീറാണ് സുന്നത്ത്. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അറഫാ ദിനത്തിന്റെ പ്രഭാതം മുതൽ അയ്യാമുത്ത് ശരീക്കിന്റെ അവസാന ദിവസം വരേക്കും അസർ വരേക്കും തക്ബീർ ചൊല്ലുമ്പോൾ ഹാജിമാർ അറഫാ ദിനത്തിലും പെരുന്നാളിന്റെ ആ രാവിലുമെല്ലാം തക്ബീറായിരുന്നില്ല, തെൽബിയത്തായിരുന്നു ചൊല്ലിയത്. അവരുടെ ജംറത്തുൽ അഖബയിൽ വന്ന് കല്ലെറിയുന്നതോടുകൂടി തെൽബിയത്ത് അവസാനിക്കുകയും തക്ബീർ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നാം ഏറുകഴിഞ്ഞു. ഏറുകഴിഞ്ഞ ആളുകൾക്കെല്ലാം മുടി കളയാം. ഒന്നുകിൽ മുടി കളയുന്നു, അല്ലെങ്കിൽ നേരെ സൗകര്യപ്പെടുന്നവരെല്ലാം മക്കയിലേക്ക് പോകുന്നു. ഇപ്പോൾ നോക്കൂ, ഒന്ന് നമ്മുടെ ഹജ്ജിന്റെ വാജിബാത്തുകൾപ്പെട്ട ഒന്ന് മീഖാത്തിൽ നിന്നാവുക ഇഹ്റാം, അത് കഴിഞ്ഞിരിക്കുന്നു. 2 മുസ്ദലിഫയിൽ രാപ്പാർക്കുക, അത് കഴിഞ്ഞിരിക്കുന്നു. 3 ജംറത്തുൽ അഖബയെ കല്ലെറിയുക, അതിനോട് അനുബന്ധമായി മറ്റു 3 ദിവസങ്ങളിലും എറിയാനുണ്ട്. ജംറത്തുൽ അഖബയെ കല്ലെറിഞ്ഞാൽ ഇനി ജനങ്ങളെ നമുക്ക് 2 ആക്കി തിരിക്കാം. സൗകര്യപ്പെടുന്നവർക്ക് വേണമെങ്കിൽ നേരെ മക്കയിലേക്ക് പോകാം. എന്നിട്ട് അവിടെ ചെന്ന് ഹജ്ജിന്റെ റുക്കനായ ഫറദായ തവാഫ് ചെയ്യാം. തവാഫ് കഴിഞ്ഞതിന് ശേഷം മുടി മുറിക്കാം. അതുമല്ലെങ്കിൽ നേരെ അവിടെ നിന്ന് തന്നെ മിനായിലെ ഏറി കഴിഞ്ഞതിന് ശേഷം മുടി മുറിക്കാം. ചുരുക്കത്തിൽ മുടി മുറിക്കുക എന്നതാണ് ഹജ്ജിൽ നിന്ന് വിരമിക്കാനുള്ള ഒരു മാർഗം. 2 വിരാമമുണ്ട്, അർദ്ധവിരാമം, പൂർണ്ണവിരാമം. അർദ്ധവിരാമം നടക്കണമെങ്കിൽ ഒന്നുകിൽ ജംറത്തുൽ അഖബയെ കല്ലെറിഞ്ഞതിനു ശേഷം മുടി കളയണം, അതുമല്ലെങ്കിൽ മക്കയിൽ ചെന്ന് തവാഫ് നിർവഹിച്ചതിന് ശേഷം മുടി കളയണം. എന്നാൽ ആദ്യം നമുക്ക് മുടി കളയാം, എന്നിട്ടാക്കാം തവാഫ്, എന്നിട്ടാക്കാം ഏറ്. അത് നിർവാഹമില്ല. ഏറ് അല്ലെങ്കിൽ ജംറത്തുൽ അഖബയെ എറിയുക, അല്ലെങ്കിൽ തവാഫ് ചെയ്യുക, 2-1 മുടി കളഞ്ഞാൽ ഹജ്ജിന്റെ അർദ്ധവിരാമമായി. എന്ന് പറഞ്ഞാൽ അതോടുകൂടി നമുക്ക് വസ്ത്രം മാറ്റാം. 3-4 ദിവസം വസ്ത്രം മാറ്റിയിട്ടില്ല, ആ ഇട്ടുടുത്ത വേഷത്തിലാണ്. അഥവാ നാം ഉടുത്തിട്ടുള്ളതായ ഒരു ജോഡി വസ്ത്രം പുതച്ചതും ഉടുത്തതുമായ വസ്ത്രം തന്നെയാണ്. അതിൽ നജീസോ അഴുക്കോ ഒക്കെ വേണമെങ്കിൽ മാറ്റി ഉടുക്കാമെന്നല്ലാതെ വേറെ ദിവസേന മിനിറ്റിന് മണിക്കൂറുകൾ ഇടവിട്ടുകൊണ്ട് വസ്ത്രം മാറ്റുന്ന സ്വഭാവം ഹാജിമാർക്ക് ഉണ്ടാകലില്ല. അൽ ഹജ്ജു അൽ ഹജ്ജു വസ്സജ്ജു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ട് കൂടിയുണ്ട്. അതാണ് ഹജ്ജിന്റെ സ്വഭാവം. ആ വസ്ത്രം നമുക്ക് മാറ്റാം, അത്ര നമുക്ക് ഉപയോഗിക്കാം, തലമറക്കാം, ഇങ്ങനെയുള്ള എണ്ണ ഉപയോഗിക്കാം. ഇവ കാര്യങ്ങളെല്ലാം ഭാര്യാഭർത്താ ബന്ധത്തില് സംഭോഗമല്ലാത്ത എല്ലാ കാര്യങ്ങളും അർദ്ധവിരാമത്തോടുകൂടി അനുവദിക്കപ്പെടും. ഭാര്യാഭർത്താ ബന്ധം, ദാമ്പത്തിക ബന്ധം, അത് 2ാമത്തെ വിരാമത്തോടു കൂടി മാത്രമേ അനുവദിക്കപ്പെടുകയുള്ളൂ. നോക്കുക, നിസ്കാരത്തിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടി പ്രവേശിച്ചാൽ നിസ്കാരത്തിൽ പ്രവേശിച്ചു. ഈ നിസ്കാരത്തിൽ നാം വിരമിക്കണമെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് സലാം വീട്ടണമല്ലോ. എന്നതുപോലെ ഹജ്ജിൽ നാം പ്രവേശിച്ചു കഴിഞ്ഞു. ഇഹ്റാം കിട്ടിയതോടുകൂടി അതിന്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിനയിലൂടെ, അറഫയിലൂടെ, മുസ്ദലിഫയിലൂടെ, വീണ്ടും മിനായിൽ വന്ന് കല്ലേറിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മുടി മുറിച്ചുകൊണ്ട് ഹജ്ജിൽ നിന്ന് 1-ാം വിരാമം, അർദ്ധവിരാമം. അത് 2 വഴിയുണ്ട്. ഒന്നുകിൽ ജംറത്തുൽ അഖബയെ എറിഞ്ഞതിന് ശേഷം മുടി കളയാം, അതുമല്ലെങ്കിൽ ജംറത്തുൽ അഖബയെ എറിയാൻ വേണ്ടി കല്ലുമായി വന്നു നോക്കുമ്പോൾ ഒമ്പിച്ച തിക്കും തിരക്കും അത്യാഹിതവും അപകടവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാജി വേണമെങ്കിൽ നേരെ മക്കയിലേക്ക് വിടുകയും മക്കയിൽ ചെന്ന് തവാഫ് കഴിഞ്ഞതിന് ശേഷം മുടി കളയാം. ഇങ്ങനെ 2-1 ശേഷം മുടി കളഞ്ഞാൽ 1-ാം വിരാമമായി. ഇനി ഏതെങ്കിലും ഒരു ഹാജി മിനായിൽ വന്നു ജംറത്തുൽ അഖബയെ എറിഞ്ഞു, എന്നതിന് ശേഷം മുടി കളഞ്ഞു, എന്നതിന് ശേഷം നേരെ മക്കയിലേക്ക് പോയി തവാഫ് ചെയ്തു, അതുമല്ലെങ്കിൽ അപ്പോൾ തർത്തീബ് തെറ്റി, അതുമല്ലെങ്കിൽ മുടി ജംറത്തുൽ അഖബ എറിഞ്ഞു, കിട്ടിയ വാഹനത്തിൽ കയറി മക്കയിൽ ചെന്നു, മക്കയിൽ ഫറദായ തവാഫ് ചെയ്തു, എന്നതിന് ശേഷം ഏതെങ്കിലും ബാർബർ ഷോപ്പിൽ കയറി മുടി കൂടി കളഞ്ഞാൽ ഇപ്പോൾ 2 വിരാമവും ആയി. അർദ്ധവിരാമമല്ല, പൂർണ്ണ വിരാമമായി. അപ്പോൾ ഒന്നുകിൽ ഫറദായ തവാഫ്, അതുമല്ലെങ്കിൽ ജംറത്തുൽ അഖബയിൽ കല്ലെറിയൽ. ഇത് 2-1 മുടി കളഞ്ഞാൽ 1-ാം വിരാമവും, 2ഉം ചെയ്തതിനോടൊപ്പം മുടി കളഞ്ഞാൽ പൂർണ്ണ വിരാമമായി. ഭാര്യാഭർത്താ ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇനി ആ ഹാജിക്ക് ഹലാലായി ഇരിക്കുന്നു. തവാഫ്, സഅയ്, ഇതാണല്ലോ ഹജ്ജിന്റെ റുക്നുകൾ ബാക്കിയുള്ളത്. അതിന് ജംറത്തുൽ അഖബയെ എറിഞ്ഞതിന് ശേഷം മക്കത്ത് പോയവർ അപ്പോൾ തവാഫ് ചെയ്തു, ഉടനെ തന്നെ അവർക്ക് സഅയും ചെയ്യാം. ഹജ്ജിന്റെ റുക്നുകൾ അതോടുകൂടി അവസാനിക്കുകയാണ്. ഒന്ന് ഇഹ്റാം ചെയ്യൽ, അത് നാം ദുൽഹിജ്ജ 8-നോ അല്ലെങ്കിൽ മദീനയിൽ നിന്ന് വരുന്ന വഴിയിലോ അതോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്തുകൊണ്ടോ നാം എത്തി.
രണ്ടാമതായി അറഫയിൽ നിൽക്കലാണ്. 3 ഫറലായ തവാഫ്. 4 സഈ ചെയ്യുക. 5 മുടി മുറിക്കുക. ഈ കാര്യങ്ങളാണ് ഹജ്ജിന്റെ റുക്നുകൾ. അതിൽ നാം ഇപ്പോൾ ജംറത്തുൽ അഖബയെ എറിയുക എന്ന വാജിബ് നിർവഹിച്ചു. പെരുന്നാൾ പ്രഭാതത്തിൽ നേരെ മക്കയിൽ വന്നു. അവിടെ നിന്ന് കഅബം തവാഫ് ചെയ്തു. അതിനുശേഷം നാം സഈ കൂടി ചെയ്ത് മുടി മുറിച്ചു കഴിഞ്ഞാൽ ഹജ്ജിൽ നിന്നും പൂർണ്ണമായി നാം വിരമിച്ചിരിക്കുന്നു. ഈ രൂപത്തിലാണ് ഹജ്ജ് കർമ്മം ചെയ്യുക. ഒരു സംശയം കൂടി ചോദിക്കാനുണ്ട്. ശരി. മുമ്പ് ഉംറയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ തലമുടി എടുക്കുന്ന വിവരം പറഞ്ഞത് സഈന്റെ ശേഷമാണ്. ഇവിടെ ഹജ്ജിൽ സഈ ചെയ്യാതെ തവാഫ് ചെയ്ത ഉടനെ തന്നെ തലമുടി എടുക്കാമെന്നാണ് ഇപ്പൊ പറഞ്ഞത്. അല്ലെങ്കിൽ ജംറയെ എറിഞ്ഞ ശേഷം തലമുടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ സഈ അപ്രസക്തമായതുകൊണ്ടാണോ അതോ അതിന്റെ തർത്തീവ് മാറ്റമുള്ളതുകൊണ്ടാണോ? സഈ അപ്രസക്തമായത് കൊണ്ടല്ല, മറിച്ച് ഉംറയിൽ സഈ കഴിഞ്ഞതിന് ശേഷമാണ് മുടിയെടുക്കാൻ അവസരമുള്ളൂ. ഉംറയിൽ ഇല്ലാത്ത കുറെ നടപടികൾ ഹജ്ജിലുണ്ട്. അതാണ് വാജിബാത്തുകൾ കൂടി. ഹജ്ജിന്റെ വാജിബാത്തുകളായ മുസ്ദലിഫ, ഏറിയൊക്കെ അതൊക്കെ ഹജ്ജിന്റെ വാജിബാത്തുകളാണ്. ഹജ്ജിന്റെ റുക്കനുകൾ എന്ന് പറഞ്ഞാൽ റുക്കനിൽപ്പെട്ട ഒന്നാണ് മുടിയെടുക്കൽ. റുക്കനുകളിൽ തർത്തീബ്, ക്രമപ്രകാരം വരിക എന്ന ഒരു നിർബന്ധമുണ്ട്. അത് എല്ലാ റുക്കനുകൾക്കിടയിലും തർത്തീബില്ല. റുക്കനുകളിൽ പ്രധാനപ്പെട്ടവർക്ക് ഇടയിൽ മാത്രമാണ് തർത്തീബുള്ളത്. ഞാനൊന്ന് പറയാം. ഏറ്റവും ആദ്യം ഇഹ്റാമായിരിക്കണം. അറഫ കഴിഞ്ഞതിൽ ശേഷമായിരിക്കണം തവാഫ് ചെയ്യുന്നത്. അത് തർത്തീബാണ്. സ്വഹീഹായ ഒരു തവാഫിന് ശേഷമായിരിക്കണം സഈ. ഒന്നുകിൽ ഹജ്ജിന്റെ ഫർളായ തവാഫ്, അതല്ല ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഒരു ഖുദൂമിന്റെ തവാഫ്. ഹജ്ജിന് ഇഹ്റാം ചെയ്ത് നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മിഖാത്തിൽ പോയി ഇഹ്റാം ചെയ്തോ മക്കത്ത് വരുന്നവർക്ക് ഖുദൂമിന്റെ സുന്നത്തായ തവാഫുണ്ട്. തവാഫ് സുന്നത്താണെങ്കിലും ആ തവാഫ് കഴിഞ്ഞാൽ ഹജ്ജിന്റെ റുക്നായ സഈ അഡ്വാൻസ് ആയി മുൻകൂറായി ചെയ്തു വെക്കാം. അങ്ങനെ ചെയ്തു വെക്കാം. അപ്പൊ അതുകൊണ്ട് സ്വഹീഹായ ഒരു തവാഫിന് ശേഷമാകണം സഈ. ഇത് തമ്മിൽ തർത്തീബുണ്ട്. പിന്നെ മുടി കളയുന്നതിന് തർത്തീബില്ല. ഒന്നുകിൽ തവാഫിന് ശേഷമാക്കാം, തവാഫിന് സഈന് ശേഷമാക്കാം, അല്ലെങ്കിൽ ജംറത്തുൽ അഖബയെ എറിഞ്ഞാലും മുടി കളയാവുന്നതാണ്. താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. നാം ഇപ്പോൾ ഹജ്ജിന്റെ റുക്നുകൾ ഏകദേശം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. തവാഫ്, സഈ, മുടി കളഞ്ഞു. പുരുഷന്മാർ മുടി കളയലാണ് സുന്നത്ത്. സ്ത്രീകൾ മുടി വെട്ടലാണ്. സ്ത്രീകൾ മുടി കളയാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വന്ന് ജംറത്തുൽ അഖബയെ എറിഞ്ഞു. അവിടുന്ന് മുടി കളയാൻ സമയമായപ്പോൾ ഒരു മുടി കളയുന്ന ആളെ വിളിച്ചു. റസൂലുള്ളാഹി തങ്ങൾ ഇരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ മുടി കളഞ്ഞു. ഒരു ഭാഗത്തെ മുടി കളഞ്ഞിട്ട് അതെടുത്ത് മഹാനായ അബൂ ത്വൽഹ എന്ന സ്വഹാബിയുടെ കൈവശം കൊടുത്തു. മറുഭാഗത്തെ മുടി കളഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇഖ്സിംഹു ബൈനന്നാസ്, ഇത് ജനങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കണം. ജനങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു മുടിയല്ലേ, ആ മുടിക്ക് പുണ്യമുണ്ടല്ലോ, ബറക്കത്തുണ്ടല്ലോ, ഖൈറിന്റെ വർധനമുണ്ടല്ലോ. അതല്ലേ സിയാദത്തുൽ ഖൈർ, അതാണ് ബറക്കത്ത്. അതുണ്ട് എന്ന് വിശ്വാസമുള്ള സ്വഹാബികൾ തിക്കും തിരക്കും കൂട്ടി അത് വാങ്ങി. സ്വഹീഹ് മുസ്ലിമിലും ബുഖാരിയിലൊക്കെ വന്ന ഹദീസിൽ അത് കാണാം. നിരവധി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രമുഖരായ പല സ്വഹാബിമാരും ആ മുടി ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയും പ്രമുഖരായ പല സ്വഹാബിമാർ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ആ മുടി എന്റെ നാവിന്റെ അടിയിൽ വെക്കണം എന്ന് പോലും വസിയത്ത് ചെയ്തതായി ഹദീസിന്റെയും ചരിത്രത്തിന്റെയും ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ മുടി കളഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുമ്മർഹമിൽ മുഹല്ലിഖീൻ, പടച്ചവനെ മുടി കളഞ്ഞവർക്ക് നീ കൃപ ചെയ്യണം. അപ്പൊ രണ്ടു പ്രാവശ്യം ആവർത്തിച്ചു. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, റസൂലെ, ഞങ്ങളുടെ കൂട്ടത്തിൽ മുഖസ്സിരീന, തലമുടി വെട്ടിയവരുമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ മൂന്നാം പ്രാവശ്യമാണ് പറഞ്ഞത്, വൽ മുഖസ്സിരീന, ആ മുടി വെട്ടിയവർക്കും എന്ന്. അപ്പൊ ചുരുക്കത്തിൽ ഏറ്റവും ഉത്തമം പുരുഷന്മാർക്ക് മുടി കളയലാണ്. തല മുണ്ടനം ചെയ്യുക എന്നത് പുണ്യമുള്ള കർമ്മം അല്ലെങ്കിലും ഹജ്ജിൽ അതൊരു പുണ്യകർമ്മം തന്നെയാണ്. മുടി കളഞ്ഞു, സ്ത്രീകൾ മുടി വെട്ടി. ഇതോടുകൂടി ഹജ്ജിൽ നിന്നും പൂർണ്ണമായ വിരാമമായി. ഇനി നമുക്ക് ബാക്കിയുള്ളത് അയ്യാമുത്ത് ശരീക്കിന്റെ അഥവാ മാസം 11, 12, 13 ഈ 3 ദിവസങ്ങളിലെ ജംറത്തുൽ അഖബ മാത്രമല്ല, അതുൾപ്പെടെയുള്ള 3 ജംറകളെയും കല്ലെറിയലും ആ കല്ലേറിന് വേണ്ടി മിനായിൽ രാത്രിയിൽ താമസിക്കലും എന്ന വാജിബും, അതോടൊപ്പം നാട്ടിലേക്ക് പോകാനാവുന്ന സമയത്തുള്ള വദാഇന്റെ തവാഫ് എന്ന വാജിബുമാണ് നമുക്ക് ബാക്കിയുള്ളത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. കല്ലെറിയുക എന്ന് നാം പറഞ്ഞെന്നല്ലാതെ എങ്ങനെ എറിയണം, എന്തുകൊണ്ട് എറിയണം, എപ്പോൾ എറിയണം എന്നും നാം പറഞ്ഞിട്ടില്ല. കല്ലെറിയേണ്ടുന്നത് ഒന്ന് കല്ലുകൊണ്ടാകണം.
സ്വർണം, വെള്ളി, മറ്റ് അങ്ങനെയുള്ള വൈഡൂര്യം, ചെരുപ്പ്, കൊട, ബാഗ്, അതുകൊണ്ടൊന്നും അവിടെ എറിയാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ വലിയ മുട്ടൻ കല്ലെടുത്തുകൊണ്ട് എറിയാനും പാടില്ല. ഒരു അമരപ്പയറിന്റെ വലുപ്പത്തിലുള്ള ചെറിയ കല്ലുകളെ കൊണ്ടാണ് എറിയുന്നത്. സത്യത്തിൽ ഇത് എറിയുന്നത് എന്താണ്? അള്ളാഹുവേ, എന്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഞാൻ അനുവർത്തിച്ചു വന്ന എന്റെ ദുസ്വഭാവങ്ങളോട് വിട, എന്റെ ശീലങ്ങളോട് വിട, എല്ലാവിധ ഇക്കാലം അത്രയും ഞാൻ ചിരിച്ചു കൊണ്ടുവന്ന അരുതായ്മകളോട് വിട ചോദിക്കുകയാണ്. ഇതൊന്നും ഈ വക എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും ദുശ്ശീലങ്ങളിൽ നിന്നും പിന്മാറാൻ സന്നദ്ധനല്ലെങ്കിൽ പിന്നെ അയാളെ തന്നെയല്ലേ എറിയേണ്ടത്? സത്യത്തിൽ ഈ ജംറ എറിയുന്നതിന്റെ അർത്ഥമാവുള്ളത്. അപ്പോൾ ഈ ജംറ ഒരു പ്രതീകമാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ജിബ്രീൽ അലൈഹിസ്സലാം ഹജ്ജിന്റെ അമലുകൾ കൊണ്ട് നടന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഇബ്ലീസ് പറ്റിക്കാൻ, ചതിക്കാൻ, ദുർബോധനം നടത്താനും വന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിയെ ബലിദാനം നടത്തുന്നതിന് വേണ്ടി മിനയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെയും പരസ്പരം ഉപ്പയെയും മകനെയും പിന്തിരിപ്പിക്കാൻ വേണ്ടി പിശാച് ദുർബോധനം നടത്തി എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ഒരു പിശാചിന്റെ ദുർബോധനത്തിനെ ആട്ടി അകറ്റുകയാണ്, എറിഞ്ഞൊഴിവാക്കുകയാണ് ഈ കല്ലേറിന്റെ ആത്യന്തിക ലക്ഷ്യം. അതായിരിക്കാം അള്ളാഹു അതിൽ വെച്ചിട്ടുള്ള തത്വം എന്താ നാം അറിഞ്ഞാലും ഇല്ലെങ്കിലും അള്ളാഹു പറഞ്ഞെടുത്തെറിയുന്നു, അള്ളാഹു പറഞ്ഞെടുത്ത് കിടക്കുന്നു, അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കുന്നു, അള്ളാഹു പറഞ്ഞെടുത്തോടുന്നു. ഈ പൂർണ്ണമായ ദൈവികമായ വിധേയത്വം, അടിമ ഉടമ ബന്ധത്തിന്റെ വിധേയത്വമാണ് ഹജ്ജ് എന്ന കർമ്മത്തിലൂടെ നാം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജംറത്തുൽ അഖബ എന്നിടത്ത് ജംറ എന്നത് ആ സ്തൂപമാണ്. ആ സ്തൂപത്തെ ലക്ഷ്യമാക്കിയാണ് എറിയുന്നത്. അപ്പോൾ മുട്ടൻ കല്ലുകൊണ്ട് എറിയരുത്, ചെറിയ കല്ലുകൊണ്ട്. 7 കല്ലുകൾ കയ്യിൽ പിടിച്ച് ഒറ്റത്തവണ എറിഞ്ഞാൽ പോരാ. ഏറ് എന്ന് പറയുന്ന വിധം ഈ 7 കല്ലുകളും ഓരോ തവണയും കൈപ്പൊക്കി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ഓരോ തവണയും ചൊല്ലിയിട്ട് 7 തവണയായി 7 കല്ലുകൾ എറിയണം. 7 കല്ലുകളും കയ്യിൽ കൂട്ടിപ്പിടിച്ചിട്ട് ഒറ്റ തവണ എറിഞ്ഞാൽ മതിയാവുകയില്ല. ഏറ് എന്ന് പറയപ്പെടാത്ത വിധം കയ്യിൽ കല്ല് വെച്ച് ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചാൽ മതിയാവുകയില്ല. അല്ലെങ്കിൽ മൂക്കിന്റെ ഉള്ളിൽ വെച്ചിട്ട് മൂക്ക് ചീറ്റിയാൽ മതിയാവുകയില്ല. കൈകൊണ്ട് എറിയുക തന്നെ ചെയ്യണം. അപ്പോൾ കല്ലാകണം, കല്ല് വലിയ കല്ലാകരുത്, ഏറാകണം, എറിയപ്പെടുന്ന സ്ഥലത്ത് വീഴണം, എറിയപ്പെടുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എറിയണം. ഇത്രയും കാര്യങ്ങളാണ് ഏറിന്റെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഇത് ജംറത്തുൽ അഖബയുടെ കാര്യം. ഇതേ വിധത്തിൽ തന്നെയാണ് മറ്റ് ജംറകളെയും എറിയേണ്ടത്. മിനായിൽ മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് നാം ഇങ്ങനെ വരുമ്പോൾ ആദ്യത്തെ കിട്ടുന്ന ജംറ, അതിന്റെ പേര് ജംറത്തുൽ ഊല. മധ്യത്തിൽ ഒന്നുണ്ട് ജംറത്തുൽ വുസ്ത, അവസാന ഭാഗം മിന അവസാനിക്കുന്നിടത്തൊന്നുണ്ട്, അതാണ് ജംറത്തുൽ അഖബ. ആ ഒന്നാമത്തെയും രണ്ടാമത്തെയും ജംറകളെ പെരുന്നാൾ ദിനത്തിൽ എറിയാനേ പാടില്ല. ഇനി മറ്റു ദിവസങ്ങളിൽ ആദ്യം 1-ാം ജംറ എറിയണം, പിന്നീട് 2-ാം ജംറ എറിയണം, അവസാനമായി 3-ാം ജംറ എറിയണം. ഇങ്ങനെ ക്രമപ്രകാരമാകണം എറിയുന്നത്. ഈ 3 ജംറകളെ എറിയുന്നത് ഒരു ദിവസത്തെ ഏറാണ്, ഒറ്റ ഏറായിട്ടാണ് പരിഗണിക്കപ്പെടുക. 2-ാം ദിവസം മാസം 11-നും 12-നും 13-നും 3 ദിവസത്തെ കല്ലേറുകളുണ്ട്. ഈ ഓരോ ദിവസവും എറിയാനുള്ള സമയം ആരംഭിക്കുന്നത് അന്നത്തെ ളുഹുർ ബാങ്കോട് കൂടിയാണ്. മധ്യത്തിൽ നിന്ന് സൂര്യൻ മധ്യാഹ്നത്തിൽ തെറ്റിയതിനു ശേഷമാണ്. അവസാനിക്കുന്നതാകട്ടെ എല്ലാത്തിന്റെയും സമയം അവസാനിക്കുന്നത് അയ്യാമുത്ത ശരീക്കിന്റെ അവസാന ദിവസത്തെ അസ്തമയത്തോടു കൂടിയാണ്. ഇത് നാം നോക്കുക, ഒരു ശനിയാഴ്ചയാണ് മാസം 11 സങ്കല്പിക്കുക. ശനിയാഴ്ചയിൽ ളുഹുർ ബാങ്കോട് കൂടി 1-ാം ജംറ, 2-ാം ജംറ, 3-ാം ജംറ. ഞായറാഴ്ചയും അപ്രകാരം, തിങ്കളാഴ്ചയും അപ്രകാരം. ഇങ്ങനെ ശനിയാഴ്ചക്കാലത്തെ മാസം 11-ലെ ഏറ് ഒരാൾക്ക് എറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ ഏറ് ഖള ആയി പോകുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഞായറാഴ്ച എറിയാൻ വരുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് രാവിലെ തന്നെ ആദ്യമായി ശനിയാഴ്ചക്കാലത്തെ ഏറെറിയണം. അതിന് 1-ാം ജംറയിൽ 7 കല്ലുകൾ, എന്നതിന് ശേഷം 2-ാം ജംറയിൽ പോയി 7 കല്ലുകൾ, 3-ാം ജംറയിൽ പോയി 7 കല്ലുകൾ. അങ്ങനെ ഇപ്പോൾ ശനിയാഴ്ചക്കാലത്തെ ഏറ് കഴിഞ്ഞു. ഇനി ഞായറാഴ്ചക്കാലത്തെ ഏറ് എറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി വീണ്ടും തിരിച്ചു വന്നിട്ട്, ഞായറാഴ്ചയാണ് എറിയുന്നതെങ്കിൽ വീണ്ടും തിരിച്ചു വന്നതിനു ശേഷം ഒരു കാര്യം ചോദിച്ചോട്ടെ. പല ആളുകളും എറിയാൻ വേണ്ടി പകരം ഏൽപ്പിച്ചു വിടാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു ജംറയിൽ തന്റെ ഏറും ആ പകരക്കാരന്റെ ഏറും കൂടെ 14 കല്ലുകൾ എറിഞ്ഞിട്ട് അടുത്ത ജംറയിലേക്ക് പോയാൽ മതിയല്ലോ. ഒരിക്കലും മതിയാവുകയില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ശനിയാഴ്ച മാസം 11 സങ്കല്പിച്ചാൽ ശനിയാഴ്ച ഒരാൾ എറിഞ്ഞിട്ടില്ല എങ്കിൽ താങ്കൾ ചോദിച്ചത് വേറൊരാളെ പകരമേറാണ്. അങ്ങനെയുമാകാം, അവരവരെ സ്വന്തം ഏറുമാകാം.
എന്റെ സ്വന്തം ഏറിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി എന്റെ ഏറ് ശനിയാഴ്ച കഴിഞ്ഞിട്ടുണ്ട്, എന്റെ ഉപ്പായുടെ ഏറ് ബാക്കിയുണ്ട്. ആ ഉപ്പായുടെ കല്ലുകളും എന്റെ കല്ലുകളുമായി ഞാൻ എത്തിയിരിക്കുന്നു. ജംറ ഒന്നാം ജംറയിൽ വന്നിട്ട് 14 കല്ല്. ഇതെന്റെ ഉപ്പയുടേതും എന്റെ